നമസ്കാരം. സ്മാർട്ട് ഫോൺ കമ്പനികൾക്കിടയിൽ എന്നും ഒരു മത്സരമുണ്ട്. ഇപ്പോൾ തുടങ്ങിയ മത്സരമല്ലാതെ സ്മാർട്ട് ഫോൺ വിപണിയിലെത്തിയ കാലം മുതൽക്ക് തന്നെ ആ ഒരു മത്സരം സജീവമായിട്ടുണ്ട്. പുതിയ കമ്പനികൾ പുതിയ ഫോണുകൾ പുറത്തിറക്കുമ്പോൾ അതിൻ്റെ ഫീച്ചറുകളിൽ കാര്യമായ മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ മത്സരത്തിന് അല്പം മൂർച്ച കൂടിയിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ വിപണിയിൽ ഒരുപാട് ആരാധകരുള്ള കമ്പനിയാണ് ഷവോമി. ഷവോമിയുടെ ഏറ്റവും പുതിയ ഫോണായ ഷവോമി 15 സീരീസ് മാർച്ച് 2-ന് ഇന്ത്യയിൽ പുറത്തിറങ്ങുമെന്നാണ് പുതിയ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇതേ ഫോൺ ചൈനയിൽ പുറത്തിറങ്ങിയിരുന്നു. 5 മാസത്തെ കാത്തിരിപ്പിൻ്റെ ഒടുവിലാണ് ഈ ഒരു ഫോൺ ഇന്ത്യൻ വിപണിയിലേക്ക് ഷവോമി 15 സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ചൈനയിൽ ഇറങ്ങിയ അതേ ഫോണിൻ്റെ ഫീച്ചറുകൾ തന്നെ ഇന്ത്യയിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷകൾ. ഷവോമി 15, ഷവോമി 15 അൾട്ര എന്നിങ്ങനെ 2 വേരിയന്റിലാകും ഈ ഒരു ഫോൺ പുറത്തിറങ്ങുന്നത്. ഫോണിൻ്റെ വിവരങ്ങൾ പലതും രഹസ്യമാണെങ്കിലും നേരത്തെ ചൈനയിൽ ഇറങ്ങിയതിനാൽ തന്നെ പലതും ലീക്കായിട്ടുണ്ട്. ബ്ലാക്ക്, വൈറ്റ് എന്നീ 2 നിറങ്ങളിലും കറുപ്പും വെളുപ്പും ഇടകലർന്ന കളറിലും ഈ ഒരു ഫോൺ ലഭ്യമാകുമെന്നാണ് ലീക്കായ പല റിപ്പോർട്ടുകളിലും ഉള്ളത്. ഷവോമി 15, ഷവോമി 15 അൾട്ര എന്നീ 2 ഫോണുകളും 12GB റാമും 256GB സ്റ്റോറേജുമുള്ള അടിസ്ഥാന കോൺഫിഗറേഷനുമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ചൈനീസ് വേരിയന്റുകൾക്ക് 16GB റാമിലേക്ക് 1TB സ്റ്റോറേജിലേക്കും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ കൂടി ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വേരിയന്റുകളും ഇന്ത്യയിൽ പുറത്തിറങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അടിസ്ഥാന മോഡലായ ഷവോമി 15 വയർലെസ് വയേർഡ് ചാർജിംഗ് സംവിധാനമുണ്ട്. വയേർഡിൽ 90 വാട്ടിൻ്റെയും വയർലെസ്സിൽ 50 വാട്ടിൻ്റെയും ഫാസ്റ്റ് ചാർജിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ 5500 mAh ബാറ്ററിയും നൽകിയിട്ടുണ്ട്. OLED ഡിസ്പ്ലേയും 1.5K റെസല്യൂഷനും അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ടായിരിക്കുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. 50 മെഗാപിക്സൽ പ്രൈമറി സെൻസറുള്ള ട്രിപ്പിൾ റിയർ ക്യാമറ സിസ്റ്റമാണ് ഷവോമി 15 ഉള്ളത്. 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും ഈ ഒരു ഫോണിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ആൻഡ്രോയിഡ് 15 അടിസ്ഥാനമാക്കിയുള്ള HyperOS 2.0 ഇത് പ്രവർത്തിക്കുന്നത്. 6.36 ഇഞ്ചുള്ള സ്ക്രീനാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. ഷവോമി 15 അൾട്രയുടെ കാര്യത്തിലേക്ക് വന്നാൽ ലുക്കിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. 6.73 ഇഞ്ചാണ് സ്ക്രീൻ സൈസ് വരുന്നത്. 6100 mAh ബാറ്ററി നൽകിയിട്ടുണ്ട്. ഷവോമി 15 നൽകിയ 90 വാട്ടിൻ്റെയും വയർലെസ് 50 വാട്ടിൻ്റെയും ഫാസ്റ്റ് ചാർജിംഗ് തന്നെയാണ് പ്രോ സീരീസിനും നൽകിയിട്ടുള്ളത്. 2 മോഡലുകളിലും 50 മെഗാപിക്സൽ ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണം കാണാമെങ്കിലും അൾട്രയിലേക്ക് വരുമ്പോൾ 5x ഒപ്റ്റിക്കൽ സൂം വരെ വാഗ്ദാനം ചെയ്യുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും നൽകിയിട്ടുണ്ട്. അതേസമയം ഷവോമി 15 3x ഒപ്റ്റിക്കൽ സൂം ലഭിക്കും. ഒരു പ്രീമിയം സ്മാർട്ട് ഫോണിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഈ ഒരു ഫോണിൻ്റെ വില ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാലും ചൈനയിലെ ലോഞ്ചിങ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഷവോമി 15 അൾട്രയുടെ വില വരുന്നത് ഏകദേശം 6500 യുവാൻ ആയിരിക്കുമെന്നാണ് അറിയുന്നത്. അതായത് ഏകദേശം 78,000 രൂപ. ഇന്ത്യയിൽ എത്ര വില നിശ്ചയിക്കുന്ന കാര്യം വ്യക്തമല്ല. ഷവോമി 14 അൾട്രയുടെ 16GB റാം പ്ലസ് 512GB സ്റ്റോറേജ് വേരിയന്റിന് വരുന്നത് 99,999 രൂപയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്.